ചെയ്യാനായിട്ട് ഫസ്റ്റ് നമുക്കൊരു ചെറിയൊരു ഇമേജ് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം. അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പിക്സലാബ് ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഇമേജിൻ്റെ സൈസ് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് വിത്ത് വന്നിട്ട് 1080, അതായത് 1080 കൊടുക്കുക. ഹൈറ്റ് വന്നിട്ട് 2400 കൊടുക്കുക. അത് കൊടുത്തു കഴിയുമ്പോഴത്തേനും നമ്മുടെ പിക്സൽ ലെവൽ ഇതേപോലെ ഇമേജ് ഒന്ന് വലുതായി കിട്ടും. അതിനുശേഷം നമുക്ക് ഇതിലോട്ടുള്ള ഫോട്ടോസ് ആഡ് ചെയ്യണം. അതിന് മുകളിൽ കാണുന്ന പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഫ്രം ഗാലറി എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഗാലറി ഓപ്പൺ ആവും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഇമേജ് നമ്മളതിൽ നിന്ന് സെലക്ട് ചെയ്യും. അതിനുശേഷം ഇമേജ് ഇതേപോലെ ഒന്ന് ക്രോപ്പ് ചെയ്ത് സെറ്റാക്കി എടുത്തതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുത്തിട്ട് നമ്മുടെ ഇമേജിൽ നമ്മുടെ ഹോമിലോട്ട് വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ ഇതേപോലെ ആ ഇമേജിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് സൈഡിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ താഴെയായിട്ട് നമുക്ക് റിലേറ്റീവ് സൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നമുക്ക് കിട്ടും. ആ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതേപോലെ നമ്മുടെ സൈസ് ഇതേപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് എവിടെയാണോ അത് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഇമേജ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ നമ്മളൊന്ന് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് വീണ്ടും അതേപോലെ തന്നെ അടുത്ത ഏത് ഇമേജാണ് വേണ്ടതോ അതേപോലെ നമ്മൾ അതേപോലെ സെലക്ട് ചെയ്യുക. വീണ്ടും അതേപോലെ നമ്മൾ ആ ഒരു റിലേറ്റീവ് സൈസ് എന്നുള്ള ഒരു ഓപ്ഷൻ എടുക്കുക. അതേപോലെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ വീണ്ടും നമുക്കത് എവിടെ കൊണ്ടുവന്ന് വെക്കണമെന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ നമ്മളൊക്കെ കൊണ്ടുവന്നിട്ട് കറക്റ്റ് സെറ്റ് ചെയ്യുക. നമുക്ക് ഇതുപോലെ എത്ര ഫോട്ടോസാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ 4 ഫോട്ടോ വെച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ ചെയ്യണമെങ്കിൽ അതേപോലെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. 4 ഫോട്ടോ ആകുമ്പോൾ നമുക്ക് ഈ ഒരു സൈസിൽ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതേപോലെ തന്നെ വീണ്ടും ഈ 3ാമത്തെ ഇമേജ് ഇതേപോലെ സെലക്ട് ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ 4 ഫോട്ടോ വെച്ച് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഇമേജ് സേവ് ചെയ്തെടുക്കും. അതിനുശേഷം അലൈറ്റ് മോഷൻ എന്ന ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഏത് റേഷ്യോയിലാണ് ഫോട്ടോ എഡിറ്റ് ചെയ്ത് ആ സെയിം റേഷ്യോ തന്നെ നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനും നമ്മൾ ഫസ്റ്റ് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ഒരു സോങ് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കും. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം സോങ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വരാനുള്ള ഇമേജും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിങ്ങനെ ഫിൽ സ്ക്രീൻ കൊടുത്തതിന് ശേഷം നമുക്കത് ലാസ്റ്റ് വരെ അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്ത് വെച്ച് ഇമേജ് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ സൈസ് ഇതേപോലെ ഒന്ന് കുറച്ച് ഒന്ന് ചെറുതാക്കി അഡ്ജസ്റ്റ് ചെയ്ത് ഇതേപോലെ കൊണ്ടുവന്ന് വയ്ക്കണം. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫുൾ സൈസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ആ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ കറക്റ്റ് ആ ഒരു സൈസിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഇതിലോട്ടൊരു ഷേപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ ഷേപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഷേപ്പ് ഇതേപോലെ കറക്റ്റായിട്ട് നമ്മളൊന്ന് നമ്മുടെ കൈ വെച്ചുകൊണ്ട് തന്നെ നമുക്കതൊന്ന് ജസ്റ്റ് ഒരു കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് ആ ഒരു ഫസ്റ്റത്തെ ആ 4 ഫോട്ടോയിലും ഏറ്റവും മുകളിലത്തെ ഫോട്ടോയിൽ കൊണ്ടുവന്ന് വയ്ക്കുന്ന പോലെ കറക്റ്റായിട്ട് കൊണ്ടുവന്ന് അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് നമ്മൾ കറക്റ്റായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതും നമ്മൾ ലാസ്റ്റ് ആ വീഡിയോൻ്റെ ലാസ്റ്റ് വരെ നമ്മളതൊന്ന് കൊണ്ട് സെറ്റാക്കി കൊടുക്കണം. അത് സെറ്റാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിൽ വേറൊരു എന്താ പറയുക ഒരു ബ്ലാക്ക് കളറിൽ നമുക്കൊരു ഷെയ്ഡ് വരുന്ന പോലത്തെ ഒരു സാധനം നമുക്കിതിൽ ഒന്ന് റെഡി ആക്കി കൊടുക്കണം. അത് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഈ മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ അത് കയറി എടുത്താൽ മതി. അതും ഇതേപോലെ തന്നെ ആ ഒരു ഇമേജിൽ നമുക്ക് ഏതൊക്കെ ഭാഗത്ത് അത് കറക്റ്റായിട്ട് കിട്ടണം എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ അതേപോലെ ആ ഒരു ഫസ്റ്റ് മുകളിൽ ആ 4 ഇമേജിൽ ഏറ്റവും മുകളിൽ വരുന്ന ആ ബോക്സിൻ്റെ ഉള്ളിലായിട്ട് വരുന്നതിൽ നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അതും ലാസ്റ്റ് വരെ ഒന്ന് കൊണ്ടുപോയി സെറ്റാക്കി കൊടുത്തിട്ട് അത് നമ്മൾ ഈ ബോക്സിൻ്റെ ബാക്കിലാക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ബാക്കിൽ ആഡ് ചെയ്തിരിക്കുന്ന ആ ഫോട്ടോയിൽ ചെറിയൊരു മോഷൻ എഫക്റ്റ് ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ട് ഫസ്റ്റ് കാണുന്ന ഒരു ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റ് ഒരു കീ ഫ്രെയിമും ലാസ്റ്റ് ഒരു കീ ഫ്രെയിമും എടുത്തിട്ട് ലാസ്റ്റത്തെ കീ ഫ്രെയിം ഇതേപോലെ ഇമേജ് ഒന്ന് മുകളിലോട്ട് പോകുന്ന പോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കണം. ലാസ്റ്റത്തെ കീ ഫ്രെയിമിൽ അതൊന്ന് സെറ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു മോഷൻ എഫക്റ്റ് അതിൽ കറക്റ്റായിട്ട് സെറ്റായി. എന്നിട്ട് നമ്മുടെ ഷേപ്പും ആ ഒരു ഇമേജും ആ ഒരു ഷെയ്ഡ് ഇമേജും ആ 3ഉം കൂടി ഒരു ഗ്രൂപ്പായി കൊടുക്കുക. ഗ്രൂപ്പായി കൊടുത്തതിന് ശേഷം നമുക്കിതിപ്പോൾ ഇങ്ങനെ പ്ലേ ആവുന്നത് കാണാൻ പറ്റും. ആ ഒരു ഇമേജിൽ ചെറിയൊരു മോഷൻ എഫക്റ്റ് വന്നിട്ട് അത് ഇങ്ങനെ പ്ലേ ആവുന്നതും അതിൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു ഷാഡോ എഫക്റ്റ് വന്നേക്കുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് ശേഷം അതിൻ്റെ സൈസ് ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒന്ന് വലുതാക്കി കൊടുക്കുക, ചെറുതാക്കുക, വലുതാക്കുക എന്താണെന്ന് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാൻ കുറച്ച് വലുതാക്കി കൊടുത്തിട്ടുണ്ട്. വലുതാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എവിടെയാണ് ഇത് വെക്കേണ്ടതെന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അതേപോലെ
താഴത്തോട്ടോ മുകളിലോട്ടോ എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു വീഡിയോക്കകത്ത് എവിടെ വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. അപ്പോൾ അത് കുഴപ്പമില്ലാണ്ട് പ്ലേ ആവുന്നുണ്ട്. അതിനുശേഷം സ്പോട്ടിഫൈയുടെ നമുക്കൊരു വാട്ടർ മാർക്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെയൊക്കെ മെറ്റീരിയൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ലിങ്ക് ഡൗൺലോഡ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിൽ കയറി എടുത്താൽ മതി. അത് നമ്മൾ ഇതേപോലെ കൊടുത്തതിന് ശേഷം അതിൻ്റെ സൈസൊക്കെ ഒന്ന് സെറ്റാക്കി റെഡിയാക്കി എടുത്തിട്ട് നമുക്കത് എത്ര വലുപ്പത്തിൽ വെക്കണം, അങ്ങനെ വെക്കണം എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ സൈസ് ഇതേപോലെ കറക്റ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചതിന് ശേഷം അതും നമ്മുടെ ഈ വീഡിയോൻ്റെ അവസാനം വരെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തേക്കുന്ന ഇമേജ് സെലക്ട് ചെയ്തിട്ട് അതിൽ എഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതിന് ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് ബ്ലർ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഇന്നർ ബ്ലർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് എടുത്തിട്ട് സ്ട്രെങ്ത്ത് വന്നിട്ട് 105 ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇമേജ് ചെറുതായിട്ടൊന്ന് ബ്ലറായി കിട്ടും. അതിന് ശേഷം അപ്പോൾ നമ്മുടെ വീഡിയോ നമുക്ക് ചെറുതായിട്ടൊന്ന് കാണാനൊരു ചെറിയൊരു ഭംഗിയുണ്ട്. അതിനുശേഷം നമുക്ക് ഈ വീഡിയോയിലോട്ട് നമുക്ക് ഈ സോങ്ങിൻ്റെ നെയിം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ആ സോങ്ങിൻ്റെ പേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ ലിറിക്സിൻ്റെ ഫസ്റ്റ് കൊടുക്കാമെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളിതേപോലെ സെലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നല്ലൊരു ഫോണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫോണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണ്ട് ഞാൻ ഇതേപോലെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ആ ഫോണ്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇഷ്ടമുള്ള നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഫോണ്ട് കൊടുത്താൽ അങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും നല്ലൊരു ഫോണ്ട് കൊടുത്തതിന് ശേഷം നമ്മളിതേപോലെ നമ്മുടെ ആ ഒരു ചെറിയ ഇമേജിനകത്ത് വരുന്ന രീതിക്ക് നല്ലൊരു രീതിക്ക് വരുന്ന രീതിക്ക് അതേപോലെ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീഡിയോൻ്റെ ലാസ്റ്റ് വരെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള പരിപാടി. അപ്പോൾ നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും.